ശ്രീശാന്തിന് ശേഷം ഒരു മലയാളി വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അത് സഞ്ജു സാംസൺ ആണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഇന്ത്യൻ ടീമിനും മലയാളികൾക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇന്ത്യ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിനെ പറ്റി ഇതിഹാസങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അവർ ഓരോ താരങ്ങളെയും പറ്റി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സഞ്ജു നേടിയ വിജയം തന്നെയാണ്. അതുപോലത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിഹാസ താരങ്ങൾ ഇതേപറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ കറക്റ്റ് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. സഞ്ജു വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കേണ്ട വ്യക്തി തന്നെയാണ്. അവനുണ്ടെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ടും കപ്പ് നേടും. അവനെ പോലെ ഒരു കീപ്പറെ ഇതുവരെ BCCI എടുക്കാഞ്ഞത് വലിയ അബദ്ധമാണ്. ഇപ്പോഴെങ്കിലും BCCIക്ക് കാര്യങ്ങൾ മനസ്സിലായി. സഞ്ജു മികച്ച രീതിയിൽ ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ കളിക്കും. ആ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഋഷഭ് പന്തിന് പകരം സഞ്ജുവിന് ഇന്ത്യ മെയിൻ കീപ്പറാക്കിയിട്ട് പ്ലേയിങ് 11 ഇറക്കണം. വിരാട് കോഹ്ലി ടീമിലുള്ളത് ഇന്ത്യൻ ടീമിന് ബലമാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്യണം. എങ്കിൽ ഇന്ത്യ മികച്ച രീതിയിൽ കളിക്കും. പാണ്ഡ്യയെ ടീമിലെടുത്തത് ശരിയായ തീരുമാനമല്ല. അവൻ മുംബൈ ടീമിൽ ഫ്ലോപ്പാണ്. പാണ്ഡ്യയെ ടീമിലെടുത്തത് BCCI കാണിച്ച മണ്ടത്തരമാണ്. ബാക്കി എല്ലാ താരങ്ങളും സ്ഥാനം അർഹിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിന് വിജയാശംസകൾ നേരുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു സഞ്ജുവിനെ എടുത്തത് നല്ലതായെന്ന്. അതേസമയം തന്നെ പാണ്ഡ്യ എടുത്തത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം മുംബൈ ടീമിൽ പാണ്ഡ്യ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. ബാറ്റിങ്ങുമില്ല, ബൗളിങ്ങുമില്ല. പിന്നെ എന്തിനാണ് പാണ്ഡ്യയെ ടീമിലെടുത്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സഞ്ജു ശരിക്കും സ്ഥാനം അർഹിച്ചിരുന്നു. അതുപോലത്തെ ബാറ്റിംഗ് ആണ് സഞ്ജു കാഴ്ചവെച്ചത്. മുൻപ് വെസ്റ്റ് ഇൻഡീസിൽ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് BCCI സഞ്ജുവിനെ എടുത്തത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.